ഹലോ, എല്ലാവർക്കും നമസ്കാരം. ബഡ്ജസ് വ്ളോഗിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഈ വ്ളോഗ് നമ്മുടെ കാവുങ്കൽ ശ്രീദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു ദിവസം ഞാൻ പോയിരുന്നു. അപ്പോൾ അന്ന് അവിടെ കണ്ട കാഴ്ചകളാണ്. ആറാട്ട് ദിവസമാണ് ഞാൻ പോയത്. എൻ്റെ ചേട്ടത്തിയുടെ വീട് അവിടെയാണ്. അങ്ങനെ എല്ലാ വർഷവും ഞങ്ങളവിടെ ഉത്സവത്തിന് പോകാറുണ്ട്. സാധാരണ ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒരു 5 മണി 5:30 ആകുമ്പോഴാണ് സാധാരണ തുടങ്ങാറുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ 5:30 എത്തിയപ്പോഴേക്കും നമ്മുടെ പടയണിയും ആഘോഷങ്ങളും എല്ലാം അമ്പലത്തിൽ എത്തി. കാരണം 10 മണിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും തീർക്കണം എന്നുള്ളൊരു കമ്മിറ്റി നിർദ്ദേശത്തിനനുസരിച്ച് അവരെല്ലാവരും നേരത്തെ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം പടയണിയും കാര്യങ്ങളുമൊക്കെ ക്ഷേത്രത്തിനുള്ളിലെത്തിയിരുന്നു. അപ്പം ഞങ്ങളെത്തിയപ്പോൾ കണ്ട കാഴ്ചകളാണ് ഈ വീഡിയോയിൽ. നല്ല തിരക്കുകളുണ്ടായിരുന്നു. ഇത് തെക്കേ ചേരുവാരം നടത്തുന്ന ഉത്സവ ആഘോഷങ്ങളാണ്. ഇവർ തറമൂടാണ് താമസം. അപ്പോൾ തെക്കേ ചേരുവാരം, അവിടെ 2 ചേരുവാരത്തിലായിട്ടാണ് ഉത്സവം നടക്കുന്നത്. ഒന്ന് വടക്കേ ചേരുവാരം അമ്പലത്തിന് വടക്ക് ഭാഗത്തായിട്ടും തെക്കേ ചേരുവാരം ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്തുമായിട്ടാണ്. അപ്പോൾ 2 പേരും മത്സരിച്ചാണ് ദേവിക്ക് ഓരോ കാര്യങ്ങളും സമർപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തെക്കേ ചേരുവാര ഉത്സവം ആറാട്ട് മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ചയാണ് ഞങ്ങളെത്തിയത്. സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും കുംഭത്തിനാണ് ഉത്സവം. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും. നമ്മുടെ പുറക്കാട് തന്നെയുള്ള ഒരു ദേവീക്ഷേത്രമുണ്ട്, മുരുക്കുവേലി. അവിടെയും കുംഭത്തിലാണ്. അവിടെയും മാത്രമല്ല, ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും കുംഭത്തിലാണ് ഉത്സവം നടക്കുന്നത്. കുംഭത്തിലെ അശ്വതി, ഭരണി ആ ഒരു നക്ഷത്രങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതലും ഉത്സവങ്ങൾ നടക്കുക. കാരണം ദേവി നക്ഷത്രങ്ങളാണ് അതൊക്കെ. കേട്ടിട്ടുണ്ട്, കുംഭഭരണി, കൊടുങ്ങല്ലൂർ കുംഭഭരണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനേക്കാൾ ആളുകൾ ഇന്നലെ ആയിരുന്നു എന്നറിഞ്ഞു. കാരണം ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച 2-ാം തീയതി നല്ല തിരക്കായിരുന്നു. അതായത് നമ്മുടെ വടക്കേ ചേരുവാരക്കാരെ നടത്തിയ ഉത്സവത്തിൻ്റെ അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പൊതുവെ ആളുകൾ ഒരുപാടുള്ളതായിട്ട് മനസ്സിലാക്കി. എന്നാൽ ഇന്ന് അതിൻ്റെ അത്രത്തോളം തന്നെ ഒന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. എന്നാലും ക്ഷേത്രത്തിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ദേവി ഉത്സവത്തിന് ഒന്നിച്ചു കൂടുമ്പോൾ കിട്ടുന്ന ഒരു സൗഹൃദവും ബന്ധവും മറ്റൊരു കാര്യങ്ങൾക്കും നമുക്ക് കിട്ടില്ല. ഇനി അവിടുത്തെ കാഴ്ചകളിലേക്ക് നോക്കാം. ഇതാണ് പടയണി. എല്ലാവരും ഉത്സവത്തിന് അടിച്ച് പൊളിക്കുകയാണെന്ന് തന്നെ പറയാം.
അങ്ങനെ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ട് കുട്ടിപ്പട്ടാളത്തെയും കൊണ്ട് നേരെ വെളിയിലേക്ക് പോയി. അവർക്കതാണല്ലോ വേണ്ടത്. അവരെ കാത്ത് വൻ ശേഖരങ്ങൾ തന്നെ കാത്തിരിക്കുകയാണ്. ഇതാ ഇത് കഴിഞ്ഞ തവണ ഞങ്ങൾ പോയപ്പോൾ 15-20 മിനിറ്റോളം നമുക്ക് ഇരിക്കാനായിട്ട്, അതായത് കുട്ടികൾക്ക് കളിക്കാനുള്ള അവസരം തന്നു. 50 രൂപയോ മറ്റോ ആയിരുന്നു. ഇത്തവണ ആറാട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ ഫ്ലൈറ്റൊക്കെ ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടുന്നു എന്ന് പറയുന്നത് 100 രൂപയാണ്. അപ്പോൾ 15 മിനിറ്റ് നമുക്ക് കളിക്കാം. അപ്പോൾ അതൊരു വലിയൊരു എമൗണ്ടായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ കുട്ടികളോട് നോ പറഞ്ഞു. തൊട്ടപ്പുറത്ത് ഒരു ബോട്ടിൽ വെള്ളം അവിടെ നിറച്ചിട്ടുണ്ട്. ഒരു ബോട്ടിൽ കളിക്കാം. നമ്മുടെ ചെറുപ്പിനൊക്കെ ആലപ്പുഴ എന്നുള്ളത് ചെറുപ്പിനൊക്കെ ഇത് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് പരീക്ഷിക്കാം. ഒരു ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് 50 രൂപ അങ്ങനെ എന്തായാലും കുട്ടികളെ ഒന്ന് ചെയ്യിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെയും 100 രൂപ, ഏതെടുത്താലും 100 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അതിന് പകരം എനിക്ക് ടോയ്സ് വാങ്ങിച്ചു തരാം, എനിക്ക് വേണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പറഞ്ഞെങ്കിലും അവരുടെ മനസ്സ് മുഴുവൻ അവിടെ തന്നെയായിരുന്നു. കാരണം കുട്ടികളുടെ മനസ്സെങ്ങനെയാണ്, അവർക്ക് 100-50 ഉണ്ടായിരുന്നു. എന്തായാലും ബാക്കി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ പടയണി മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണ് അനുഷ്ഠിച്ചു പോരുന്നത്. ശക്തിസ്വരൂപിണിയായ ഇറങ്ങിയപ്പോൾ പതിവ് കാഴ്ചകൾ തന്നെ. ടോയ്സാണ് കൂടുതലും. നമ്മുടെ പിള്ളേർക്കും അതാണല്ലോ വേണ്ടത്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, പകരം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു തരാം. പറഞ്ഞത് അതുപോലെ പാലിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പാലിക്കപ്പെടണം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് അവന്മാർ ഒറ്റയടി അനങ്ങുന്നില്ല. പണ്ട് ഞാനും അതുപോലെയായിരുന്നു. എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുള്ള വാശി പിടിച്ചാൽ ആ കടയുടെ മുമ്പിൽ തന്നെ ഇരിക്കുമായിരുന്നു. തൊട്ടപ്പുറത്ത് ഈ കടയിൽ പിയേഴ്സിൻ്റെ ഫ്ലേവേഴ്സുള്ള സോപ്പാണ്. 6 എണ്ണം 100 രൂപ. അപ്പുറത്തും ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയൊരു തോക്കല്ല, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു തീപ്പെട്ടി. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പൊട്ടാസായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതാ തീപ്പെട്ടിയുടെ നമ്മുടെ മാക്സ് ബോക്സ് തീപ്പെട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി സൗണ്ട് ഉണ്ടാകും, തീയും പുകയൊക്കെ വരും. അപ്പോൾ അത് ഇച്ചിരി റിസ്ക് ആയതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ദാ ഇതിലും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഉപയോഗിക്കുന്ന എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ ഒരു ന്യൂസ് കണ്ടു. പിന്നെ ഗത്യന്തരമില്ലാതെ ദാ ഈ സാധനം നേരത്തെ നിങ്ങൾ കണ്ടതാണിത്. ഇതിൻ്റെ വഴി പോയപ്പോൾ തന്നെ ഇവന്മാർ സ്ട്രൈക്ക് ചെയ്തു. ഇത് വേണമെന്നുള്ളൊരൊറ്റ വാശി. അവസാനം 2 പേർ കൂടെ ഒരെണ്ണം വാങ്ങിക്കാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിൽ 2 പേരും ഓക്കെ പറഞ്ഞു. അങ്ങനെ 2 പേർ കൂടെ ചേർത്ത് ഒരെണ്ണം വാങ്ങിച്ചു. ഒരെണ്ണത്തിന് 50 രൂപയാണ്. പിന്നെ ഇത് വറുത്തപ്പം തന്നെ നമുക്ക് തരും. വറുത്തപ്പം തന്നെ തരുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ഫ്ലേവർ പുരട്ടുന്നുണ്ട്. അത് വേണ്ടാന്ന് പറഞ്ഞു. കാരണം അതിലെന്താണ് ചേർത്തിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പം അവസാനം ഒരെണ്ണം അങ്ങ് വാങ്ങിച്ചു. കുട്ടികൾ കൂടുതൽ കഴിക്കേണ്ടെന്ന് കരുതി ഞാനും അതിൽ നിന്നൊരു പങ്ക് പറ്റി. എന്തായാലും സാധനം നമ്മുടെ ലേസ് പോലെയൊക്കെയാണ് ഇരിക്കുന്നത്. 50 രൂപയാണ് ചാർജ് അതിൻ്റെ. എന്തായാലും പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിതുപോലെ വീട്ടിലുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ അമ്മമാർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്തായാലും സാധനം കൊള്ളാം. പക്ഷേ ഈ എണ്ണയാണ് നമുക്കൊരു ഡൗട്ട്. ഏത് ടൈപ്പ് എണ്ണയാണ് എന്താണെന്നൊന്നും അറിയില്ല. 2 പേർക്ക് ഓരോന്ന് വാങ്ങിക്കണമെന്ന് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. 2 പേർ കൂടെ ഒരെണ്ണം. അത് ചേട്ടൻ മേടിച്ചതുകൊണ്ട് അനിയത്തിക്ക് പരിഭവം. അവൾ മേടിച്ചില്ല, അവളുടെ കയ്യിൽ കൊടുത്തില്ല എന്നുള്ളതാണ് വാശി. നിങ്ങളുടെ വീട്ടിലെയും കുട്ടികൾ ഇതുപോലെയാണോ? ഈ 2 പേരെയും കൊണ്ട് മേയ്ക്കാൻ പെടുന്ന പാട് എൻ്റെ അമ്മോ.